വേഗം റെഡിയാവ്. എങ്ങോട്ടാ? ആ തരകന്മാരുടെ വണ്ടി പിടിക്കാൻ. വണ്ടി പിടിക്കാനോ? അതിന് ഞാനെന്തിനാ വരുന്നത്? നീ എന്തിനാ വരുന്നതെന്നോ? നന്ദി വേണോടാ, നന്ദി. നിന്റെ വീടിന്റെ ജപ്തി ഒഴിവാക്കാൻ ലക്ഷങ്ങൾ തന്ന് സഹായിച്ച ചെറിയാനെ നീ മറന്നോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എന്താ കാര്യം? നമ്മൾ ആ തരകന്മാരെ വണ്ടിക്ക് ഫൈനാൻസ് കൊടുത്തത് ഇന്നേ വരെ 10 പൈസ തിരിച്ചടച്ചില്ല എന്ന് മാത്രമല്ല, വണ്ടി പിടിക്കാൻ ചെന്ന യുവന്മാരെ തല്ലി ഓടിക്കുകയും ചെയ്ത്. ഈ സമയത്ത് ആ പന്നികൾ എവിടെ ഉണ്ടാവും എനിക്കറിയാം. നീ വാ. എനിക്ക് ഈ വക ഏർപ്പാടൊന്നും വലിയ പിടിയില്ല. അതൊക്കെ പിടികിട്ടിക്കോളും. എന്തായാലും ഈ മുഹമ്മദ് റാഫി ഒന്നും ആകാൻ പോകുന്നില്ല. പെട്ടെന്ന് റെഡിയാവ്. വാ. ഒരു 4 വോഡ്ക ഇപ്പൊ എടുക്കാം. ഈ കഴിക്കില്ലേ? എനിക്ക് വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ കഴിച്ചോളാം. ഇരിക്കുന്നതാണ് തരകന്മാര്. ഇരി, ചെല്ല്. എന്താടാ? വണ്ടിയുടെ താക്കോലും കിടത്ത്. നിനക്ക് നേരത്തെ കിട്ടിയത് പോരാ. സൂര്യ, കേട്ടിക്കടാ. എടുത്ത ആശുപത്രി കൊണ്ടുപോകണം. എന്നിട്ട് ഭാഗ്യത്തിന് ആള് തട്ടിപ്പോയിട്ടില്ല. പക്ഷെ ആ CI കാട്ടിപ്പറമ്പൻ സൂര്യന്റെ പേരിൽ വധശ്രമത്തിനാ കേസെടുത്തിട്ടുള്ളത്. സ്റ്റേഷനിൽ ജാമ്യം തന്നില്ല. ഇനിയിപ്പോ കോടതിയിൽ നിന്ന് നേരിട്ട് ജാമ്യം എടുക്കണം. അതിപ്പോ ഇവിടുന്ന് തിരിച്ചാലും നാളെ രാവിലെ ഞാൻ അവിടെ എത്തൂ. അതുവരെ അവൻ സ്റ്റേഷനിൽ ആ കാട്ടിപ്പറമ്പന്റെ കയ്യിൽ. ഉറക്കം വരുന്നില്ല. സൂര്യൻ അവന് ഉറങ്ങിക്കാണൂ. നേരെ എത്രയെന്ന വിചാരം? കിടക്കുന്നേ.
ചെറിയാൻ സാർ. വെക്കണ ഫോൺ അവിടെ. നീ ആരടാ? ഗുണ്ടയാ? ചെറിയ ഗുണ്ടയാ? വരണം നേതാവേ, വരണം. നീ അവസരം ശരിക്കും മുതലെടുത്തല്ലേ? അതങ്ങനെയല്ലേ പാടുള്ളൂ. സാർ ഇറക്കുമതി ചെയ്ത പുതിയൊരു ഇനമാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് മുളയിലെ അങ്ങ് നുള്ളിയതാ. കാട്ടിപ്പറമ്പ, ഈയിടെയായി നിന്നെ ഏതോ ബാധ വല്ലാതെ പിടികൂടിയിട്ടുണ്ട്. അതാ നീ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നത്. പക്ഷേ വിടില്ല നിന്നെ ഞാൻ. കഴിവേരുടെ മോനെ, ഇവിടെ കയറി വന്ന് എന്നെ വെല്ലുവിളിക്കണ. വേണ്ട, ഇതൊരു അംഗക്കളമാക്കാൻ വന്നതല്ല ഞാൻ. എനിക്ക് അവനെ കൊണ്ടുപോകണം. വക്കീലേ, കോടതി ജാമ്യം ഇറക്കി വിടറോ അവനെ. അബ്ദുക്ക, ഇതിന് പലിശ സഹിതം തിരിച്ചു തരും ഞാൻ. മനസ്സിൽ കുറിച്ചിട്ടോ. അബ്ദുക്കയോട് ആരാ ഇവനെ ഇത്തരം കാര്യങ്ങൾക്ക് വിളിച്ചോണ്ട് പോകാൻ പറഞ്ഞത്? ഇവനെന്താ നമ്മുടെ ഗുണ്ടയോ? അത് പിന്നെ കീരി ഓരോരുത്തും തല്ലും കൊണ്ട് വന്നപ്പോ ഇവനൊരു കൂട്ടിന് കൊണ്ടുപോയതാ. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ അല്ലവേ. കന്നി അയ്യപ്പനാണെന്നാണ് കരുതി. പക്ഷെ മല ഒരുപാട് ചവിട്ടിയിട്ടുണ്ടെന്ന് ആദ്യത്തെ ചവിട്ട് കണ്ടപ്പോ തന്നെ മനസ്സിലായി. നീ എന്തിനാ അതിനൊക്കെ ചാടി ഇറങ്ങാൻ പോയത്? അത് പിന്നെ നിന്റെ ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോ. എന്ത് പ്രശ്നമാണെങ്കിലും നീ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ലായിരുന്നു. എന്തായാലും നീ ഇനി ശ്രദ്ധിക്കണം. എന്റെ ആളാണെന്ന് അറിഞ്ഞതോടെ പോലീസുകാരുടെ നോട്ടപ്പുള്ളിയാണ് നീ ഇപ്പോ. അല്ല, ഞാനൊരു കാര്യം പറഞ്ഞ വിരോധം തോന്നുന്നു. എന്താ? ഈ ബാങ്കിലെ ജോലി എന്നൊക്കെ പറഞ്ഞ് നടക്കാതെ നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മളുടെ ഒരാളായി നമ്മുടെ കൂടെ സൂര്യൻ നിർത്തുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ സൂര്യന് താല്പര്യമുണ്ടെന്ന് അറിയണ്ടേ? നീ പറയുന്നത് എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാ. അത്രയ്ക്ക് ഞാനും എന്റെ കുടുംബവും നിന്നോട് കടപ്പെട്ടിരിക്കുക. ഇവിടെയാണ് നമ്മളെ ഗ്രീൻ വില്ല പ്രോജക്ട്. ആ, പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഇതാ ആ കാണുന്ന വീടാ. ഈ 25 ഏക്കറിൽ കാണുന്ന മുഴുവൻ വീടുകളും പൊന്നും വില കൊടുത്താ ചെറിയാൻ സാർ ഒഴിപ്പിച്ചത്. പക്ഷെ ഇവര് മാത്രം ഒരു വിട്ടുവെച്ചക്ക് തയ്യാറല്ല. ആരെവിടെ താമസിക്കുന്നത്? ഒരു കൈമള് ആ വീട്ടിൽ കിടന്നേ മരിക്കൂന്ന് വാശിയായാക്ക്. മിക്കവാറും അത് എന്റെ കൈ കൊണ്ട് തന്നെ ആയിരിക്കും. നമുക്കൊന്ന് സംസാരിച്ചു നോക്കിയാലോ? ഇനി സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ ഒരുപാട് കഴിഞ്ഞതാ. ഞാൻ എന്തായാലും ആ പ്രൊജക്ട് വിട്ടു. നീ തന്നെയല്ലേ പറഞ്ഞത് അത് വളരെ ലാഭമുള്ള പ്രോജക്റ്റാണ്? അതെ, പക്ഷെ ആ കിളവനും കുടുംബവും അവിടുന്ന് ഒഴിഞ്ഞു തരണ്ടേ? ഞാൻ ഇരട്ടി വില കൊടുക്കാന്ന് പോലും പറഞ്ഞതാ. അവർ മാറില്ല, എനിക്ക് ഉറപ്പാ. അവരെ ഞാൻ ഇവിടെ നിന്ന് ഒഴിവാക്കി തന്നാലോ? എങ്ങനെ? നീ എനിക്കൊരു 3-4 വർഷം മുമ്പുള്ളൊരു മുദ്രപത്രവും കുറച്ചാളുകളെയും സംഘടിപ്പിച്ചതാ. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഒന്ന് കബൂലാക്കുന്നു. ഏയ് വേണ്ട. എടോ, ഈ വെറുതെ ബേജാറാവല്ലേ. കീരി വാസു അല്ലേ പോയിട്ടുള്ളത്. ഓനെല്ലാം ശരിയാക്കിയിട്ടേ വരൂ. ആരാ നിങ്ങളൊക്കെ? ഇവിടെ ഇടാനേ പറഞ്ഞു. മര്യാദ ഒപ്പിട്ടോ. അവനോട് മര്യാദക്ക് പറഞ്ഞ മനസ്സിലാവില്ലല്ലേ? നീ ഇതെവിടേക്കാ?
പുറത്തേക്ക് ഇറങ്ങണ്ട. ഇവിടെ ഇരിക്കാനാ പറഞ്ഞത്. സൂര്യ രാത്രി വീട്ടിൽ കയറി വന്ന് തോന്നാസം കാണിക്കുന്നതാ. എന്താടാ നോക്കി നിൽക്കുന്നത്? പോടാ പോടാ. സൂര്യൻ, ഏയ് മായ, മായ ഇവിടെ അല്ല. ഇവരായിട്ട് എന്താ പ്രശ്നം? ആരാന്നറിയില്ല. അവര് വന്ന് ബലമായിട്ട് എന്നെ പിടിച്ച് എന്തിലൊക്കെ ഒപ്പിടിക്കാൻ ശ്രമിച്ചു. ഒപ്പിടിക്ക്. അല്ല സത്യത്തിൽ ആരാ അവര്? അയ്യോ, അതൊന്നും അറിയില്ല. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ അവര് ഞങ്ങളെ. അയ്യോ, സൂര്യൻ എങ്ങനെ ഇവിടെ എത്തി? അത് ഞാനൊരു സുഹൃത്തിന്റെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയായിരുന്നു. പെട്ടെന്ന് ശബ്ദം കേട്ടത്, അങ്ങനെ ഇങ്ങോട്ട് കയറിയതാ. അല്ല, നിങ്ങൾ തമ്മില് ബാങ്കിൽ വെച്ചുള്ള പരിചയം. ബാങ്കിൽ വെച്ചുള്ള പരിചയം. ആ, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. വലിയ ഉപകാരം. ഓ ഉം. ഓ. എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു. 4000 കൊല്ലം പഴക്കമുള്ള മുദ്രപത്രം, ഗുണ്ടകള്. എന്നിട്ട് ഉണ്ടായിരുന്നേ എന്താടാ കാര്യം? അത് ഞാൻ നിങ്ങളോടൊക്കെ മറച്ചു വെച്ചൊരു കാര്യമുണ്ട്. ഞാനൊരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തില. മായ. അവൾ ആ വീട്ടിലാ താമസിക്കുന്നെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അത് ശരി, നീ ആള് കൊള്ളാലോ. എങ്ങനെയാടാ നിനക്ക് ഞങ്ങളുടെ ഇതൊക്കെ മറച്ചു വെക്കാൻ തോന്നിയത്? പറയണമെന്നൊക്കെ കരുതിയതാ. പക്ഷേ എന്തായാലും ഇലയ്ക്കും ഉള്ളിലും കേടില്ലാത്ത രീതിയിൽ ആ വീടിന്റെ പ്രശ്നം ഞാൻ സോൾവ് ചെയ്തിരിക്കും. ഇനി അതൊക്കെ അവിടെ നിക്കട്ടെ. അല്ല, നീ സീരിയസ് ആയിട്ട് തന്നെയാണോ? പക്ഷെ എന്റെ ടെൻഷൻ ഇതെങ്ങനെ വീട്ടിലറിയിക്കുന്ന. അല്ല, ഉമ്പക്കുവന്റെ അച്ഛനൊരു ഊമക്കത്തയച്ചാലോ? ഊമക്കത്തോ? എന്തിന്? അത് ഒരു സ്റ്റാർട്ടിങ് കിട്ടാൻ. എന്തായാലും നിന്റെ ഈ കാര്യം ഞാൻ ഏറ്റു.